എല്ലാവർക്കും നമസ്കാരം. പ്ലസ് ടുവിൻ്റെ റിസൾട്ടൊക്കെ വന്നു. മാത്സിൻ്റെ മാർക്സൊക്കെ എല്ലാവരും അറിഞ്ഞു. പലർക്കും നല്ല മാർക്കുള്ളവരുണ്ട്, കുറവുള്ളവരുണ്ട്, ഫെയിലായിട്ടുള്ളവരുണ്ട്, പല രീതിയിൽ കൂടെയുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്കിനി നമുക്കൊരു അവസരമുണ്ട്, സേ എക്സാം അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ്. ഫെയിലായിട്ടുള്ളവർക്ക് നല്ല മാർക്ക് വാങ്ങി ജയിക്കാനും, ഇമ്പ്രൂവ്മെൻറ്റ് മീൻസ് മാർക്ക് കുറഞ്ഞവർക്ക് നല്ല മാർക്കോടുകൂടി പാസ്സാവാനുള്ള ഒരു അവസരം തരുന്നുണ്ട്. അതിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളിലോട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ പഠിച്ചിരിക്കേണ്ട 13 ചാപ്റ്റേഴ്സിൻ്റെ ഓർഡറാണ് ഈ തന്നേക്കുന്നത്. ഈ ഓർഡറിൽ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നല്ല രീതിയിലുള്ള മാർക്സ് കിട്ടും. ഓരോ ചാപ്റ്റേഴ്സിൻ്റെ ടോപ്പിക്സ് എക്സ്പ്ലനേഷൻസ് ഏതൊക്കെ പഠിക്കണം അതുകൂടെ ഞാൻ ഇതിനകത്തൊരു എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അത് വെച്ച് നിങ്ങൾ ഈ ഓർഡറിൽ കംപ്ലീറ്റ് ചെയ്താൽ ഈ വരുന്ന ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം നിങ്ങൾക്ക് നല്ല മാർക്കോടുകൂടി പാസ്സാകാൻ പറ്റും. ഷുവർ. നമ്മൾ പഠിച്ചിരിക്കേണ്ട ചാപ്റ്റേഴ്സിൻ്റെ ഓർഡർ. ഫസ്റ്റ് മെട്രിക്സ്. ഞാനെല്ലാം ഒന്ന് പറഞ്ഞേക്കാം. സെക്കൻഡ് ഡിറ്റർമിനൻസ്. അപ്പോൾ ഈ 2 ചാപ്റ്റേഴ്സിലൂടെ ചേരുമ്പോൾ ഏകദേശം 10 തൊട്ട് 13 മാർക്സ് വരെ ഈ 2 ചാപ്റ്റേഴ്സിൽ നിന്നുണ്ട്. അതിൻ്റെ തന്നെ ഏതൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ളത് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാം. തേർഡ് നിങ്ങൾ പഠിക്കേണ്ടത് ലീനിയർ പ്രോഗ്രാമിംഗ്. സിംഗിൾ ക്വസ്റ്റ്യൻ 6 മാർക്ക്. ഇപ്പോൾ എക്സാമിന് 6 മാർക്കായിരുന്നു. സിംഗിൾ ക്വസ്റ്റ്യൻ സാധാ ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് സാധാരണ ചെയ്യുന്ന പോലെയുള്ളൂ, ഫസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ. തേർഡ് നിങ്ങൾ പഠിക്കേണ്ടത് വെക്റ്റേഴ്സ്. വെക്റ്റേഴ്സിനുള്ളിൽ പഠിക്കേണ്ടത് ഞാനിപ്പോൾ പറയും. അടുത്തത് 3 ഡയമെൻഷണൽ ജോമെട്രി, നെക്സ്റ്റ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ. ഇങ്ങനെ വേണം നിങ്ങളുടെ ആദ്യത്തെ 6 ചാപ്റ്റർ പഠിക്കാൻ. ടെക്സ്റ്റിലെ ഓർഡറല്ല, പഠിക്കേണ്ട ഓർഡറാണ്. 2 ടെക്സ്റ്റുകൂടെ കമ്പൈൻ ചെയ്തുള്ള ഓർഡറാണ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ട രീതി. നെക്സ്റ്റ് ഡിഫറൻസിയേഷൻ കയറുക, അവിടുന്ന് ആപ്ലിക്കേഷൻ പഠിക്കണം. ആപ്ലിക്കേഷൻ പഠിക്കുമ്പോൾ ഞാൻ ടോപ്പിക്സ് പറയാം, അത് വെച്ച് പഠിച്ചാൽ മതി. പ്രോബബിലിറ്റിയിലെയും പഠിക്കേണ്ടത് പറയാം. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിനുള്ളിലെ എല്ലാം പഠിക്കേണ്ട നമുക്ക് വേണ്ട ചെറിയ ടോപ്പിക്സ് ഉണ്ട്, അതിപ്പോൾ ഞാൻ പറയും. നെക്സ്റ്റ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്തതെന്ന് ഞാൻ പറയുവാണ്, കാരണം ഇത്തിരിയേറെ പഠിക്കാനുള്ളത്. കുറച്ച് പേർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇൻ്റഗ്രേഷൻ, ആപ്ലിക്കേഷൻസ് ഓഫ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ് ആൻഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. ഇത്രയും നിങ്ങളുടെ ഓർഡർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, ഈ ഓർഡർ പഠിച്ചാൽ നിങ്ങൾക്ക് കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ കൂടെ ഈ ഇമ്പ്രൂവ്മെൻറ്റ് കവർ ചെയ്യാൻ പറ്റും. ഓക്കെ. ഫസ്റ്റ് മെട്രിക്സ്. മെട്രിക്സിനുള്ളിൽ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ഫോം എ 2x2 മെട്രിക്സ് ഓർ കൺസ്ട്രക്ട് എ 3x3 മെട്രിക്സ് ഹൂസ് എലമെൻറ്റ്സ് ആർ aij ഈസ് ഈക്വൽ ടു i മൈനസ് 3j ഹോൾ ബൈ 3 ഓർ മോഡുലസ് i മൈനസ് 3j ഹോൾ ബൈ 3 i പ്ലസ് 2j ദ ഹോൾ സ്ക്വയർ ബൈ 2. ആ ടൈപ്പ് ക്വസ്റ്റ്യനാണ് നിങ്ങൾ ഇതിനകത്തുനിന്ന് ആദ്യം പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ. മെട്രിക്സിലെ ഫസ്റ്റ്. മെട്രിക്സിലെ രണ്ടാമത് നിങ്ങൾ പഠിക്കേണ്ടത് പ്രോഡക്റ്റ് പഠിക്കണം. a ഇൻറ്റു ബി അങ്ങനെയുള്ള പ്രോഡക്റ്റ്, എ സ്ക്വയർ, എ ഇൻറ്റു എ. അത് ടോപ്പിക് ഇങ്ങനെ പോയിൻ്റ് നിങ്ങൾ മാർക്ക് ചെയ്തിട്ടോണം. പോസ് ചെയ്തുകൊണ്ട് അത് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തിട്ട് നിങ്ങൾ ആ രീതിയിൽ കൂടെ പഠിക്കണം. എ സ്ക്വയർ ആ പ്രോഡക്റ്റ് എന്ന് കണ്ടുപിടിക്കാൻ പഠിക്കണം. അവിടുന്ന് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇഫ് എ ഈസ് ഈക്വൽ ടു എ 2x2 മെട്രിക്സ് എന്നിട്ട് ഫൈൻഡ് കെ ഇഫ് എ സ്ക്വയർ ഈക്വൽ ടു കെ എ മൈനസ് 2i എന്ന് പറയുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ടെക്സ്റ്റിൽ തന്നെ ഉണ്ട്. അത് ആ പ്രോഡക്റ്റിൽ നിന്ന് ഒന്ന് പഠിച്ചോണം. രണ്ടാമത് നിങ്ങൾ പഠിക്കേണ്ടത് ട്രാൻസ്പോസാണ്. പിന്നെ എല്ലാം വിട്ടുതരാം. അവിടെ നിങ്ങൾ അങ്ങോട്ടൊന്നും പിന്നെ ഇടയ്ക്കൊന്നും നിൽക്കണ്ട. വണ്ടി പിന്നെ വിട്ടുപോവുക. വിട്ടുപോയി ട്രാൻസ്പോസ് എന്ന് പറയുന്ന സ്റ്റാൻഡിലെത്തുമ്പോൾ നിർത്തുക. ട്രാൻസ്പോസ്, എ ട്രാൻസ്പോസ്, ബി ട്രാൻസ്പോസ്. ട്രാൻസ്പോസ് അറിയാമല്ലോ, റോ എല്ലാം കോളം ആക്കണം. ഫസ്റ്റ് റോ എടുത്ത് ഫസ്റ്റ് കോളം ആക്കുക, സെക്കൻഡ് റോയെ നോക്കി സെക്കൻഡ് കോളം ആക്കുക, തേർഡ് റോ എടുത്തിട്ട് തേർഡ് കോളം ആക്കുക. അങ്ങനെ ട്രാൻസ്പോസിനെയാണ് നിങ്ങൾ രണ്ടാമത് പഠിക്കേണ്ട ടോപ്പിക്കായിട്ട് പറയേണ്ടത്. ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുള്ളിൽ നിങ്ങൾ സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് എന്ന് പറയുന്നൊരു ടോപ്പിക്കുണ്ട്. അതാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ചെയ്ത് പഠിക്കേണ്ട ഒരു 4 മാർക്ക് ക്വസ്റ്റ്യൻ ഇപ്പോഴും എക്സാമിനുണ്ടായിരുന്നതാണ്. അതിനകത്ത് പഠിക്കേണ്ട ഇതാണ്. എക്സ്പ്രസ് ഒരു മെട്രിക്സ് വരും ആസ് ദ സം ഓഫ് എ സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിസസ്. അങ്ങനെ ഒരു മെട്രിക്സിനെ 2 മെട്രിക്സുകളുടെ സം ആക്കണം. ഒരാൾ സിമെട്രിക്കും മറ്റൊരാൾ എന്താണ് സ്ക്യൂ സിമെട്രിക്കും. അതിൻ്റെ പ്രോബ്ലംസ് അപ്പോൾ മെട്രിസസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏകദേശം ആയി. പിന്നെ അതിനുള്ളിൽ നിന്നും ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് യൂസിങ് എലമെൻ്ററി റോ ഓപ്പറേഷൻ അല്ലെങ്കിൽ എലമെൻ്ററി ഓപ്പറേഷൻസ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്.
അതൊരു സിംഗിൾ ടോപ്പിക്കാണ്. അത് പഠിക്കുമ്പോൾ മെട്രിക്സ് തീർന്നു. അങ്ങനെ 3 ടോപ്പിക്കേ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ. ഇത്രയും പഠിക്കണം. ലാസ്റ്റ് എന്തായിരുന്നു? ഫൈൻഡ് ദി ഇൻവേഴ്സ് യൂസിങ് എലിമെൻ്ററി ഓപ്പറേഷൻസ്. ഓക്കെ, മെട്രിക്സ് തീർന്നു. രണ്ടാമത് ഡിറ്റർമിനൻസ്. ഡിറ്റർമിനൻസിനുള്ളിൽ നിങ്ങൾ ഡിറ്റർമിനൻസ് കണ്ടുപിടിക്കാൻ പഠിക്കണം 2/2ൻ്റെയും 3/3യുടെയും. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാനറിയാം. ആദ്യം പഠിക്കേണ്ടത് ഡിറ്റർമിൻ്റെ ഒരു ഓപ്പറേഷൻ, ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഏരിയ ഓഫ് എ ട്രയാങ്കിൾ. ഹാഫ് ഇൻറ്റു ഡിറ്റർമിനൻ്റ് എക്സ് കോർഡിനേറ്റ്സുകൾ x1 x2 x3 y1 y2 y3 1 1 1 അങ്ങനെയുള്ളൊരു ഏരിയ, അതിൻ്റെ ക്വസ്റ്റ്യൻ പഠിക്കണം. അതുമാത്രമാണ് ഡിറ്റർമിനൻ്റ് ഡയറക്റ്റ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. രണ്ടാമത് എ ഇൻവേഴ്സ്, കോഫാക്ടേഴ്സ്, അഡ്ജോയിൻറ്റ്, എ ഇൻവേഴ്സ്. അവിടെ വരെ എത്തിയ ശേഷം സോൾവിങ് അങ്ങ് പഠിച്ചാൽ മതി. മെട്രിക്സ് മെത്തേഡിൽ കൂടെയുള്ള സോൾവിങ്. അപ്പോൾ അതിനുള്ളിൽ എല്ലാം വരുന്നുണ്ട്. അപ്പോൾ രണ്ടാമത് പഠിക്കേണ്ടത് എന്താണ്? സോൾവ് ബൈ മെട്രിക്സ് മെത്തേഡ്സ്. അതിൻ്റെ 2/2 പഠിക്കണം, 3/3 മീൻസ് 2 ഇക്വേഷൻസിൻ്റെയും പഠിക്കണം, 3 ഇക്വേഷൻസ്. അപ്പം ഡിറ്റർമിനൻ്റ് ഒന്നുകൂടെ ഞാൻ പറയാണ്. ആദ്യം പഠിക്കേണ്ടത് ഏരിയ ഓഫ് എ ട്രയാങ്കിൾ, രണ്ടാമത് പഠിക്കേണ്ടത് സോൾവ് ബൈ മെട്രിക്സ് മെത്തേഡ്സ്. അപ്പോൾ 2 ടോപ്പിക് അത് മതി, അവിടെ നിർത്തിയാലേ. അത്രയും പഠിക്കുക. ലാസ്റ്റിൽ പ്രോപ്പർട്ടീസിനുള്ളിലെ യൂസിങ് പ്രോപ്പർട്ടീസ് ഷോ ദാറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് എക്സാമിന് ഇപ്പോൾ വന്ന ക്വസ്റ്റിനും വളരെ സിമ്പിളായിട്ടുള്ളത്. നിങ്ങൾ പഠിക്കേണ്ടത് ഫസ്റ്റ് റോ ഇങ്ങനെ 1കളാവുന്നതോ അല്ലെങ്കിൽ ഫസ്റ്റ് കോളം മുഴുവൻ 1 1 1 അങ്ങനെയാവുന്ന ഒരു 3 ക്വസ്റ്റ്യൻ പഠിക്കണം. ഓക്കെ, അത്രയും മാത്രം പഠിച്ചാൽ മതി. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാനൊന്ന് പറയാം. ഡിറ്റർമിനൻ്റ് 1 1 1 ABC A² B² C², അല്ലെങ്കിൽ 1ABC 1BCA 1CAB അങ്ങനെയുള്ള ആ ക്വസ്റ്റ്യൻ. അത്രയും 2 ക്വസ്റ്റ്യനും അതിൻ്റെ അകത്തുനിന്ന് പറ്റുന്ന 2-3 ക്വസ്റ്റ്യനൂടെ പഠിച്ച് നിർത്തുക. ഇത്രയേ ഉള്ളൂ മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ് നിങ്ങൾ പഠിച്ച് കവർ ചെയ്യാൻ. വളരെ സമയം വേണ്ട, ഇത്രയും എളുപ്പം തീരും. മൂന്നാമത് ലീനിയർ പ്രോഗ്രാമിംഗ്. ലീനിയർ പ്രോഗ്രാമിങ്ങിൽ നിങ്ങൾ പഠിക്കേണ്ടത് സാധാരണ 3 ഇക്വേഷൻസുകളൊക്കെ തരും, അല്ലെങ്കിൽ 2 ഇക്വേഷൻസ് വരും. അതിൻ്റെ ഗ്രാഫ് എല്ലാം വരച്ചിട്ട് അതിൻ്റെ ഷെയ്ഡഡ് പോർഷനൊക്കെ മാർക്ക് ചെയ്തിട്ട് കോർണർ പോയിൻറ്റ്സുകളൊക്കെ കണ്ടുപിടിച്ച് ചെയ്യുന്നത്. വേർഡ് പ്രോബ്ലം ആദ്യത്തെ 2 നട്ട് ബോൾട്ടിൻ്റെ ഒരു ക്വസ്റ്റൻ ഉണ്ട്. അങ്ങനത്തെ 1-2 നോക്കിയത്. പക്ഷേ എക്സാമിന് വന്ന ഡയറക്റ്റ് ക്വസ്റ്റൻ ആയിരുന്നു. ഇക്വേഷൻസ് നിങ്ങൾ തരിക, നിങ്ങളങ്ങ് ടാബിൾ കോളം വരച്ച് ഗ്രാഫ് വരച്ച് ഷെയ്ഡ് ചെയ്താൽ മതിയാവും. അതും പഠിച്ചാൽ മതി. അത്രയും മാത്രം ഡയറക്റ്റ് ക്വസ്റ്റൻ പഠിച്ചാൽ മതി, വേറെ കൂടുതൽ പഠിക്കേണ്ട. വെക്റ്റേഴ്സിനുള്ളിൽ നമ്മൾ പഠിക്കേണ്ടത്, അതിനകത്ത് കൊളീനിയറൊക്കെ വരുന്നുണ്ട്. അത് നമുക്ക് 3 ഡയമെൻഷനിൽ പഠിച്ചാൽ മതി. 3 ഡയമെൻഷനിലുള്ള കൊളീനിയറിൻ്റെ പ്രോബ്ലം പഠിച്ചാൽ മതി. കേട്ടോ, 3 ഡയമെൻഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിനുള്ളിൽ കൊളീനിയർ വരുന്നുണ്ട്. ഇവിടുത്തേത് പഠിക്കേണ്ട, ഇവിടുത്തേത് പഠിച്ചാൽ മതി. ഇതിനുള്ളിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഡോട്ട് പ്രോഡക്റ്റ് A.B, മൂന്നാമത്തേത് ക്രോസ് പ്രോഡക്റ്റ് A×B. അത് രണ്ടും ഓപ്പറേഷൻസ് അങ്ങ് പഠിക്കണം. ഡോട്ട് പ്രോഡക്റ്റ് നമുക്ക് സിമ്പിളാണ്. 2 വെക്ടർ തരും, അതിൻ്റെ ഐയുടെ കോഷ്യൻസുകൾ ഇൻറ്റു ചെയ്യുക, ജെയുടെ കോഷ്യൻസുകൾ തമ്മിൽ ഇൻറ്റു ചെയ്യുക, കെയുടെ കോഷ്യൻസുകളെ തമ്മിൽ ഇൻറ്റു ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ ഡോട്ട് പ്രോഡക്റ്റ് കിട്ടും. ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ 2 വെക്ടേഴ്സിൻ്റേത് വരുമ്പോൾ ഡിറ്റർമിനുള്ളിൽ ഫസ്റ്റ് റോ IJK, സെക്കൻഡ് റോ തേർഡ് റോയും തന്നേക്കുന്ന വെക്ടേഴ്സിൻ്റെ IJKകളുടെ കൂടെയുള്ള നമ്പേഴ്സുകളെ സെക്കൻഡ് റോയിലും തേർഡ് റോയിലും എഴുതി എക്സ്പാൻഡ് ചെയ്യുമ്പോൾ A×B കിട്ടും. ഡോട്ടും ക്രോസും വെച്ചുകൊണ്ടുള്ളതാണ് ഈ 2 ചാപ്റ്റേഴ്സും. അത് രണ്ടും നമുക്ക് പഠിക്കാൻ ഈ 2 ഓപ്പറേഷൻ ബേസിക്കായിട്ട് പഠിച്ചോണം. ഇനി വെക്ടേഴ്സിനുള്ളിൽ നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് പെർപെൻഡിക്കുലർ. ഡോട്ട് പ്രോഡക്റ്റ് 0 ആകുന്നതിനാണ് എന്ത്? പെർപെൻഡിക്കുലർ. അപ്പോൾ 2 വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെന്ന് ഷോ ചെയ്യാൻ ചോദിച്ചാൽ ഡോട്ട് പ്രോഡക്റ്റ് എത്ര ആക്കുക? 0 ആക്കുക. നെക്സ്റ്റ് പാരലലാണെന്ന് ഷോ ചെയ്യാൻ ചോദിച്ചാൽ ക്രോസ് പ്രോഡക്റ്റിനെ 0 ആക്കിയാൽ മതി. അപ്പോൾ 2 തമ്മിലുള്ള ഒരു പ്രത്യേകത പഠിച്ചു. ഡോട്ട് എന്തിനാണ്, ക്രോസ് എന്തിനാണ്. ഡോട്ടിൻ്റെ മറ്റൊരു ആംഗിൾ. നമുക്ക് ആംഗിൾ ബിറ്റ്വീൻ 2 വെക്ടേഴ്സ് ഉണ്ട്. കോസ് തീറ്റ ഈക്വൽ A.B ബൈ മോഡുലസ് ഇൻറ്റു മോഡുലസ് ബി. അതാണ് ആംഗിൾ പഠിക്കണം. അവിടെ നിങ്ങൾ ആംഗിളിൻ്റെ ക്വസ്റ്റ്യൻ പഠിക്കണം. പിന്നെ ക്രോസിൻ്റെ അതിൻ്റെ ഒരു ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ, ഏരിയ ഓഫ് പാരലോഗ്രാം. ഈ 2 ക്രോസ് പ്രോഡക്റ്റിൻ്റെ ഓപ്പറേഷനാണ്. ഏരിയ ഓഫ് ട്രയാങ്കിൾ ആകുമ്പോൾ മോഡുലസ് A×B/2, ഏരിയ ഓഫ് പാരലോഗ്രാം ആകുമ്പോൾ മോഡുലസ് ഓഫ് A×B. മോഡുലസ്, ഒരു വെക്ടറിൻ്റെ മോഡുലസ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് IJKകളുടെ കൂടെയുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയർ ഇതങ്ങ് ആഡ് ചെയ്താൽ മതി. IJKകളുടെ കൂടെ കിടക്കുന്ന നമ്പേഴ്സ് മീൻസ് കോഎഫിഷ്യൻസിൻ്റെ സ്ക്വയേഴ്സുകളുടെ സം. ടേക്കിംഗ് ദ സ്ക്വയർ റൂട്ട് വി ഗെറ്റ് ദ മോഡുലസ് ഓഫ് എനി വെക്ടർ. ഓക്കെ, അങ്ങനെ അവിടെ അത്രയും പഠിച്ച് നിർത്തുക. വേറെ 1-2 ഐഡൻറ്റിറ്റീസ് ഉണ്ട്, പറ്റുന്നെങ്കിൽ പഠിക്കുക, അല്ലെങ്കിൽ അത് വിട്ടേരാം. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം കൂടെ, പ്രൊജക്ഷൻ ഓഫ് എ വെക്ടർ ടു അനദർ വെക്ടർ. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ വെക്ടറിന് A എന്നും രണ്ടാമത്തെ വെക്ടറിന് B എന്നും കൊടുക്കുക. ഡോട്ട് കണ്ടുപിടിക്കുക.
രണ്ടാമത്തെ വെക്ടറിൻ്റെ മോഡുലസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എ ഡോട്ട് ബി ബൈ മോഡുലസ് ബി. രണ്ട് വെക്ടേഴ്സ് വരും, വെക്ടേഴ്സിന് ഡോട്ട് കണ്ടുപിടിക്കുക. എന്നിട്ട് രണ്ടാമത്തെ വെക്ടറിൻ്റെ മോഡുലസ് കൊണ്ട് ആ ഡോട്ടിൽ കിടക്കുന്ന ആൻസറിനെ ഡിവൈഡ് ചെയ്ത് തീർന്നു. അത്രയും പഠിച്ച് വെക്ടർ നിർത്തുക. നെക്സ്റ്റ് 3D ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. 3Dക്കകത്ത് നിങ്ങൾ കൊളീനിയർ പഠിക്കണം. അതിനകത്ത് ഡയറക്ഷൻ റേഷ്യോസ് കണ്ടുപിടിക്കാൻ പഠിക്കണം. ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് 2 പോയിൻറ്റ്സ് അത് നിങ്ങൾ പഠിക്കണം. x2 മൈനസ് x1, y2 മൈനസ് y1, z2 മൈനസ് z1. അത് വെച്ചുകൊണ്ട് ഡയറക്ഷൻ റേഷ്യോസ് പഠിക്കണം. അത് വെച്ചുകൊണ്ട് കൊളീനിയർ നമുക്ക് പഠിക്കാൻ പറ്റും അവിടെ നിന്ന്. അപ്പോൾ കൊളീനിയർ പഠിക്കണം. രണ്ടാമത് നിങ്ങൾ അതിൻ്റെ അകത്ത് പഠിക്കേണ്ടത് സ്ട്രെയിറ്റ് ലൈൻ്റെ രണ്ട് ഫോംസ് ഉണ്ട്, കാർട്ടീഷ്യൻ ഫോമും വെക്ടർ ഫോമും. അത് രണ്ടും നിങ്ങൾ നല്ലതുപോലെ പഠിക്കണം. വെക്ടർ ഫോമും കാർട്ടീഷ്യൻ ഫോമോ സ്ട്രെയിറ്റ് ലൈൻസ് പഠിക്കണേ. അതിൻ്റെ കൺവേർഷൻ കാർട്ടീഷ്യൻ നിന്നും വെക്ടറിലോട്ടും വെക്ടറിൽ നിന്നും കാർട്ടീഷ്യനിലോട്ടും. നിങ്ങൾ അതിൻ്റെ നിന്ന് പിന്നെ രണ്ടാമത് പഠിക്കേണ്ട രണ്ട് ലൈൻസുകൾ തമ്മിലുള്ള ആംഗിൾ പഠിക്കണം. അവ തമ്മിൽ പെർപെൻഡിക്കുലർ ആവുന്ന ഒരു ക്വസ്റ്റ്യൻ പഠിക്കണം. ഓരോന്ന് വെച്ച് പഠിച്ചാൽ മതി, ഒന്നും പഠിക്കേണ്ട, ഓരോന്ന് വെച്ച് പഠിക്കണം. മൂന്നാമത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ പഠിക്കണം. വെക്ടർ ഫോമിൽ തന്നേക്കുന്നതിൻ്റെയും കാർട്ടീഷ്യൻ ഫോമിൽ തന്നേക്കുന്നതിൻ്റെയും സ്ട്രെയിറ്റ് ലൈൻ നിർത്തുക. ഇത്രയും മതി. രണ്ടാമത് പ്ലെയിനിലോട്ട് കയറുകയാണ്. പ്ലെയിൻ കുറേ ഫോർമുലാസ് ഉണ്ട്. പ്ലെയിൻ്റെയും കാർട്ടീഷ്യനും വെക്ടറും പഠിക്കുക. അതിൻ്റെ ഫോംസുകൾ, ഇക്വേഷൻസുകൾ. അതിന് ഇത്ര സിമ്പിളാണ്. പ്ലെയിൻ്റെ ഇക്വേഷൻ ഇങ്ങനെ ആക്കിയ 2x + 3y + 5y = 7 അങ്ങനെയൊക്കെയുള്ള ഇക്വേഷനാണ് പ്ലെയിൻ്റെ കാർട്ടീഷ്യൻ. വെക്ടർ ആകുമ്പോൾ r ഡോട്ട് കഴിഞ്ഞിട്ട് ഒരു വെക്ടർ ഈസിക്കൽ നമ്പർ. എക്സാമ്പിൾ ആയിട്ട് r ഡോട്ട് 5y + 2j + 3k = 8. അതൊരു പ്ലെയിൻ്റെ വെക്ടർ ഇക്വേഷനാണ്. അങ്ങനെയൊക്കെയുള്ള ഇക്വേഷൻ എങ്ങനെയാണ്, അത് ആരുടെയാണ് എന്നൊക്കെ ഒന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് ആ രണ്ട് പ്ലെയിൻസുകൾ തമ്മിലുള്ള ആംഗിൾ കണ്ടുപിടിക്കുക. ഒരു പ്ലെയിനും ലൈനും തമ്മിലുള്ള ആംഗിൾ കണ്ടുപിടിക്കുക. ആംഗിളെല്ലാം അങ്ങനെ പഠിക്കുക. അപ്പം നമ്മൾ ആംഗിൾ 4 പറഞ്ഞു. വെക്ടറിൽ ആംഗിൾ ബിറ്റ്വീൻ 2 വെക്ടേഴ്സ്, പ്ലെയിനിൽ 3 ആംഗിളുണ്ട്. ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ്, ആംഗിൾ ബിറ്റ്വീൻ 2 പ്ലെയിൻസ്, ആംഗിൾ ബിറ്റ്വീൻ ലൈൻ ആൻഡ് പ്ലെയിൻ. അങ്ങനെ 4 ആംഗിൾസും പഠിക്കുക. അപ്പോൾ 3 ഡയമെൻഷൻ്റെ അകത്ത് സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസായി. പിന്നെ പ്ലെയിനിൽ പഠിക്കേണ്ടത് കുറേ പ്ലെയിൻസിന് ഇക്വേഷൻ കണ്ടുപിടിക്കാനുള്ളത്. അതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കേട്ടോ, ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ പാസിംഗ് ത്രൂ 3 പോയിൻറ്റ്സ്. നെക്സ്റ്റ്, ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ പാസിംഗ് ത്രൂ 1 പോയിൻറ്റ് ആൻഡ് പെർപെൻഡിക്കുലർ ടു 2 പ്ലെയിൻസ്. ഓരോ ക്വസ്റ്റ്യൻ വെച്ച് പഠിച്ചാൽ മതി. ഞാൻ ഈ പറയുന്നതൊക്കെ എഴുതി വെച്ചിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻ നോട്ട്ബുക്കിൽ നോക്കി ടിക്ക് ചെയ്തിട്ട് അത് പഠിച്ചു പോയാൽ മതി. അപ്പോൾ 2 പ്ലെയിൻസിൻ്റെ ഇക്വേഷനും. നെക്സ്റ്റ്, ഇൻ്റർസെപ്റ്റ് ഫോം ഓഫ് പ്ലെയിൻ. അങ്ങനെ 3 പ്ലെയിൻ്റെ ടൈപ്പ് പഠിക്കുക. ഓക്കെ, പ്ലെയിൻ്റെ ഏകദേശം ലാസ്റ്റിൽ പ്ലെയിൻ്റെ ഒരു കാര്യം കൂടെ ഒന്ന് പഠിച്ചേക്കണം. ഇൻ്റർസെക്ഷൻ ഓഫ് 2 പ്ലെയിൻസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് പഠിക്കണം. ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ പാസിംഗ് ത്രൂ ദ ഇൻ്റർസെക്ഷൻ ഓഫ് 2 പ്ലെയിൻസ് ആൻഡ് പാസിംഗ് ത്രൂ അനദർ പോയിൻറ്റ്. 2 പ്ലെയിൻസിൻ്റെ ഇൻ്റർസെക്ഷനും വേറൊരു പോയിൻറ്റിൽ കൂടെ പാസ് ചെയ്യുന്ന പ്ലെയിൻ. അങ്ങനെ പ്ലെയിൻ്റെ ടോപ്പിക്ക് വിടുക. അങ്ങനെ 3 ഡയമെൻഷനും വിടുക. ആറാമത്തെ, ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ. ഇൻവേഴ്സിനുള്ളിൽ നിങ്ങൾ പ്രിൻസിപ്പൽ വാല്യൂ കണ്ടുപിടിക്കാൻ പഠിക്കണം. സൈൻ ഇൻവേഴ്സ് 1/2, സൈൻ ഇൻവേഴ്സ് √3/2, കോസ് ഇൻവേഴ്സ് -1/2. കോസ് ഇൻവേഴ്സിൻ്റെ നെഗറ്റീവ് വാല്യൂ പഠിക്കണം. കോട്ട് ഇൻവേഴ്സിൻ്റെ നെഗറ്റീവ് വാല്യൂ ഉള്ളിൽ വരുന്ന പ്രിൻസിപ്പൽ വാല്യൂസ്. അത് സിമ്പിൾ. രണ്ടാമത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടാൻ ഇൻവേഴ്സ് x + ടാൻ ഇൻവേഴ്സ് y = ടാൻ ഇൻവേഴ്സ് x + y/1 - xy. എക്സാമിന് ഇപ്പോൾ വന്നു, സോൾവ് എന്ന് പറഞ്ഞിട്ട് ടെക്സ്റ്റിലെ മിസ്ലേനിയസിൽ കിടക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിൻ്റെ ആ ടാൻ ഇൻവേഴ്സിൻ്റെ സമ്മ്, ലാസ്റ്റിൽ സൈൻ ഇൻവേഴ്സിൻ്റെയും സൈൻ ഇൻവേഴ്സുള്ള സമ്മ, സൈൻ ഇൻവേഴ്സ് x + സൈൻ ഇൻവേഴ്സ് y = എന്നുള്ളത് കോസ് ഇൻവേഴ്സ് x + കോസ് ഇൻവേഴ്സ് y. അങ്ങനെ 3 സംസും പഠിച്ചു വെച്ചു. ടാൻ ഇൻവേഴ്സിൻ്റെ സമ്മ എക്സാമിന് വന്നു. ആ 3 സം കഴിയുമ്പോൾ അതും ക്ലിയർ ആവും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് സിംപ്ലസ്റ്റ് ഫോംസ് കൂടെ പഠിച്ചിട്ട് വിട്ടേരെ. റൈറ്റ് ഇൻ സിംപ്ലസ്റ്റ് ഫോം സൈൻ ഇൻവേഴ്സ് 3x - 4x³ ഇൻ സിംപ്ലസ്റ്റ് ഫോം. അതങ്ങ് പഠിച്ചോണം. സിംപ്ലസ്റ്റ് ഫോമിൻ്റെ 2 ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇൻവേഴ്സിൽ നിന്നും വെട്ടേക്കുക, വേറെ ഒന്നും നോക്കണ്ട. ഡിഫറൻസിയേഷൻ വളരെ കാൽക്കുലസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഡിഫറൻസിയേഷൻ. അതിൻ്റെ അകത്ത് ലിമിറ്റ്സ് എന്ന് പറയുന്നൊരു ടോപ്പിക്കുണ്ട്. ലിമിറ്റിലെ നിങ്ങൾ 2 ക്വസ്റ്റ്യൻ പഠിച്ചേക്കാൻ മതി. 2 ക്വസ്റ്റ്യൻ. ഫൈൻഡ് k ഇഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. അതിൻ്റെ k അത് കാണാം, ക്വസ്റ്റ്യൻ കാണാൻ പറ്റും. k അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ. ഫൈൻഡ് a ആൻഡ് b ഇഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. അങ്ങനെ k കണ്ടുപിടിക്കാനുള്ളതും എയും ബിയും കണ്ടുപിടിക്കാനുള്ള 2 ക്വസ്റ്റ്യൻസ്. ഡിഫറൻസിയേഷൻ പഠിക്കുക. അത് ആ ലിമിറ്റ്സിൻ്റെ അകത്തു നിന്നുള്ള അത് വിടുക. നെക്സ്റ്റ് ഡിഫറൻസിയേഷനിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ടോപ്പിക് വൈസ് ആയിട്ട് പഠിക്കേണ്ട ഓർഡറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഓർഡർ ഞാൻ പറയുകയാണ്. നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് പാരാമെട്രിക് ഇക്വേഷൻസിൻ്റെ ഡെറിവേറ്റീവ്. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എന്താണ് പാരാമെട്രിക് എന്ന് കേട്ടോ. x = at², y = 2at. ഫൈൻഡ് dy/dx. അപ്പോൾ നമ്മുടെ dx/dt കണ്ടുപിടിക്കുക, dy/dt കണ്ടുപിടിക്കുക. dy/dx-നെ dx/dt കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വി ഗെറ്റ് ദ വാല്യൂ ഓഫ് dy/dx. അത്
രണ്ടാമത് പഠിക്കേണ്ടത് ഇംപ്ലിസിറ്റ് ഇക്വേഷൻ. ഇംപ്ലിസിറ്റ് ഞാനിപ്പോൾ ഈ പേരൊക്കെ പറയുന്നത് ചിലർക്ക് കേട്ടാൽ അറിയാം, ഇല്ലാത്തൊരു ബുക്ക് നോക്കി നോട്ട്ബുക്ക് നോക്കി അടുത്തത് ഇങ്ങനെ ടിക്ക് ചെയ്തിട്ട് ഞാൻ ഈ പറയുന്ന പ്രോബ്ലംസ്. ഇംപ്ലിസിറ്റിൽ രണ്ട് ക്വസ്റ്റ്യൻ പഠിക്കുക. എന്താണ് ഇംപ്ലിസിറ്റ് എന്ന് കേട്ടോ? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ = 100, എക്സ് ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ വൈ പ്ലസ് എക്സ് വൈ ക്യൂബ് = 1. ഇങ്ങനെ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് എക്സ് ആൻഡ് വൈ, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ഈസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് ഇംപ്ലിസിറ്റ്. അവിടുന്ന് അതിൻ്റെ 2 ക്വസ്റ്റ്യൻ. മൂന്നാമത് ഇൻവേഴ്സിൻ്റെ ഡെറിവേറ്റീവ്സ് ഓഫ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ. നാലാമത്തെ ലോഗരിതംസ്. അങ്ങനെ സിമ്പിൾ ഡെറിവേറ്റീവ്സ് 4 എണ്ണമാണ്. ഈ 4 എണ്ണവും പഠിക്കണം. ഏതൊക്കെയാണെന്ന് പറയാമോ? പാരാമെട്രിക്, ഇംപ്ലിസിറ്റ്, ഇൻവേഴ്സ്, ലോഗരിതംസ്, ആ 4 എണ്ണം. സെക്കൻഡ് ഓർഡർ മീൻസ് ഹയർ ഓർഡർ ഡെറിവേറ്റീവ്, അതിൻ്റെ പ്രൂഫേ എക്സാം ചോദിക്കത്തുള്ളൂ, 3 മാർക്കായിരിക്കും വന്നാൽ. അതിന് നിങ്ങൾ ഇൻവേഴ്സിൻ്റെ 2 ക്വസ്റ്റ്യൻ പഠിക്കണം. ടെക്സ്റ്റിൽ y = sin ഇൻവേഴ്സ് എക്സിൻ്റെ ഉണ്ട്, അടുത്തത് y = tan ഇൻവേഴ്സ് എക്സ് ദ ഹോൾ സ്ക്വയറിൻ്റെ ഉണ്ട്. മൂന്നാമത്തേത് y = a cos log x + b sin log x എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ 3 ക്വസ്റ്റ്യനും പഠിക്കണം. പിന്നെയുള്ള y = a sin x + b cos x ഷോ ദാറ്റ്. അങ്ങനെ 4 ക്വസ്റ്റ്യൻ നിങ്ങൾ അതിൻ്റെ അകത്തുനിന്ന് പഠിക്കണം. 4 ക്വസ്റ്റ്യനെ ഞാൻ സെക്കൻഡ് ഓർഡറിൻ്റെ പറഞ്ഞിട്ടുള്ളൂ, അത് 4ലും പഠിക്കണം. അപ്പോൾ ഡെറിവേറ്റീവിൻ്റെ സെക്കൻഡ് ഓർഡറായി ലാസ്റ്റ് റോൾസ് തിയറം ആൻഡ് ലഗ്രാഞ്ച് തിയറം ഓരോ ക്വസ്റ്റ്യൻ പഠിക്കണം. റോൾസ് തിയറത്തിൽ ഒരെണ്ണം, ലഗ്രാഞ്ചിൽ ഒരെണ്ണം. വെരിഫൈ എന്നേ ചോദിക്കുള്ളൂ, വേറെ ഒന്നും ചോദിക്കില്ല. 2ൻ്റെ ഫോർമുലാസുകൾ ഓരോന്നിനും പഠിക്കും. സിമ്പിളാണ്, അതൊക്കെ വളരെ സിമ്പിൾ. അത്രയും പഠിക്കുമ്പോൾ ഡെറിവേറ്റീവ്സ് തീരും. നെക്സ്റ്റ് ആപ്ലിക്കേഷൻസ് ഓഫ് ഡിഫറൻസിയേഷനിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് എല്ലാം ഒന്നും പഠിക്കേണ്ട. ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സിൽ നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫിൻ്റെ 2 പ്രോബ്ലംസ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബലൂണിനുള്ളിൽ കാറ്റ് നിറയ്ക്കുമ്പോൾ ബലൂൺ ഇങ്ങനെ വലിപ്പം കൂടി വരുന്നു. രണ്ടാമത് എ സ്റ്റോൺ ഈസ് ഡ്രോപ്ഡ് ഇൻ എ ക്വയറ്റ് പോണ്ട്, ഒരു കുളത്തിലൂടെ നമ്മൾ കല്ലെറിയുമ്പോൾ സർക്കിൾസ് ഫോം ചെയ്യുന്നു. അത് അങ്ങനത്തെ 1, 2, 3 ക്വസ്റ്റ്യൻ പഠിക്കുക. അതിൻ്റെ പ്രോബ്ലം പഠിക്കുക, സിമ്പിളാണ്, ഇത്തിരി ഉള്ളൂ. നെക്സ്റ്റ് സാൻഡ് ഈസ് പോറിങ് ഫ്രം എ പൈപ്പ്, ഒരു പൈപ്പിൽ കൂടെ മണ്ണും നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ താഴെ ഒരു കോണിൻ്റെ ഫോം ചെയ്യുന്നു. അങ്ങനെ 3 ക്വസ്റ്റ്യൻ അങ്ങ് പഠിച്ചു തരുന്നത്. രണ്ടാമത്തെ ടോപ്പിക് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷൻ്റെ 2 ക്വസ്റ്റ്യൻ. സെക്കൻഡ് എക്സ് സ്ക്വയറിൽ വരുന്നൊരു ക്വസ്റ്റ്യനും എക്സ് ക്യൂബിൽ വരുന്നൊരു ക്വസ്റ്റ്യനും ഫൈൻഡ് ദ ഇൻ്റർവെൽസ് ഇൻ വിച്ച് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ. അതിൻ്റെ 2 ടൈപ്പ്, സെക്കൻഡ് ഓർഡറും തേർഡ് ഓർഡറും. അത് പഠിക്കുമ്പോൾ ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ് കംപ്ലീറ്റ് ആവും. അടുത്തത് പഠിക്കേണ്ട അതിനകത്തുനിന്ന് മൂന്നാമത് പഠിക്കേണ്ടത് അപ്രോക്സിമേഷൻ്റെ ക്വസ്റ്റ്യൻ, √25.2. അങ്ങനത്തെ റൂട്ടിൻ്റെ മാത്രം ഒരെണ്ണം പഠിച്ചാൽ മതി പഠിക്കേണ്ടവർക്ക്, അല്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് പ്രാക്ടീസ്. 2 ക്വസ്റ്റ്യൻ കേട്ടോ. √25.2, √401, 401. ഈ 2 ക്വസ്റ്റ്യൻ ഒന്ന് പഠിച്ചിട്ട് അപ്രോക്സിമേഷൻ അതിൻ്റെ അകത്ത് കട്ട് ചെയ്തേക്കണം. നാലാമത് ടാൻജൻസ് ആൻഡ് നോർമൽസ്. ടാൻജൻസ് ആൻഡ് നോർമൽസിൽ നിങ്ങൾ ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ടാൻജൻസ് ആൻഡ് നോർമലിൻ്റെ 1 ക്വസ്റ്റ്യൻ പഠിക്കണം. രണ്ടാമത് ഫൈൻഡ് ദ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്? ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ടാൻജൻസ് ആൻഡ് നോർമൽസിൻ്റെ 1 ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ പോയിൻറ്റ്സ് അറ്റ് വിച്ച് എന്ന് പറയുന്ന 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൻ്റെ 2 ക്വസ്റ്റ്യനൂടെ പഠിക്കുക. ആ 3 ക്വസ്റ്റ്യൻ പഠിക്കുക ടാൻജൻസ് ആൻഡ് നോർമൽസിൽ. നെക്സ്റ്റ് അതിൻ്റെ ലാസ്റ്റിൽ മാക്സിമ ആൻഡ് മിനിമ. അതിൻ്റെ ഒരു 3 ക്വസ്റ്റ്യൻ 4 ക്വസ്റ്റ്യനൊക്കെ പഠിക്കുന്നത് നല്ലതായിരിക്കും. പോളിനോമിയൽ തന്നിട്ട് ഫൈൻഡ് ദ ലോക്കൽ മാക്സിമ ആൻഡ് ലോക്കൽ മിനിമ, ആ ക്വസ്റ്റ്യൻ പഠിക്കാം. രണ്ടാമത് വേർഡ് പ്രോബ്ലംസ് ഉണ്ട്. ഫൈൻഡ് 2 നമ്പേഴ്സ് ഹൂസ് സം ഈസ് 24 ആൻഡ് ദെയർ പ്രോഡക്റ്റ് ഈസ് മാക്സിമം എന്നുള്ളൊരു ക്വസ്റ്റ്യന്. അങ്ങനത്തെ വേർഡ് പ്രോബ്ലം പഠിക്കാൻ പറ്റുന്നെങ്കിൽ അങ്ങനെ നമുക്ക് ആപ്ലിക്കേഷൻസ് ഓഫ് ഡിഫറൻസിയേഷൻ വിടാം. നെക്സ്റ്റ് പ്രോബബിലിറ്റി. പ്രോബബിലിറ്റിയിൽ നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് ബെർണോളിസ് ട്രയൽസ്, ലാസ്റ്റിലത്തെ ടോപ്പിക്. രണ്ടാമത് പഠിക്കേണ്ടത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. മൂന്നാമത് പഠിക്കേണ്ടത് ബേസ് തിയറം. ഈ 3 എണ്ണം പഠിച്ചാൽ മതി. ആദ്യത്തേത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിൻ്റെ അകത്തുനിന്ന് 3 എണ്ണം ഇതിൻ്റെ എക്സാമിന് വന്നതും നമുക്ക് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഈ 3 ടോപ്പിക്ക് പഠിക്കാൻ പറ്റുന്നവരെ ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റിലൂടെ തൊടുക, വിട്ടേക്കുക. അപ്പോൾ ഈ 4 ടോപ്പിക് പഠിക്കുക. 4 ടോപ്പിക്കിൽ ഓർഡർ എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് ബെർണോളി, സെക്കൻഡ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, മൂന്നാമത് ബേസ് തിയറം, നാലാമത് ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ്. എല്ലാത്തിലെയും 2 ക്വസ്റ്റ്യൻ വീതം പഠിക്കുക. 8 ക്വസ്റ്റ്യൻ പഠിക്കുക പ്രോബബിലിറ്റിക്കകത്തുനിന്ന്. അടുത്തത് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിൻ്റെ അകത്തുനിന്ന് നിങ്ങൾക്കറിയാം ഏറ്റവും രസകരമല്ലാത്തതും ബുദ്ധിമുട്ടായിട്ടുള്ളൊരു ടോപ്പിക്കാണെന്ത്? റിലേഷൻസ് ആൻഡ് ഫങ്ഷൻ. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന പ്രോബ്ലംസ് പഠിക്കുക. നിങ്ങൾ അതിൻ്റെ അകത്തുനിന്ന് ആദ്യം പഠിക്കേണ്ടത് സ്റ്റാർ ഓപ്പറേഷൻ, ബൈനറി ഓപ്പറേഷൻ, A സ്റ്റാർ B, B സ്റ്റാർ A, അതിൻ്റെ ഒരു 3 ക്വസ്റ്റ്യൻ. അതിൻ്റെ ഏറ്റവും ഞാൻ ക്വസ്റ്റ്യൻ തന്നെ പറയാം. A സ്റ്റാർ B = AB/4, അതിൻ്റെ കമ്മ്യൂട്ടേറ്റീവ്, അസോസിയേറ്റീവ്, അതിൻ്റെ ഐഡൻറ്റിറ്റി എലമെൻ്റ്, ഇൻവേഴ്സ്. ആ 4
പാർട്ടുകളും കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റൻ ഉണ്ട്. എ സ്റ്റാർ ബി ഈക്വൽ ടു എ ഇൻറ്റു ബി ബൈ 4 ഓർ എ ഇൻറ്റു ബി ബൈ 2. പിന്നെ ഒരു ഓഡേഡ് വെയറിൻ്റെ ക്വസ്റ്റൻ ഉണ്ട്. ഓഡേഡ് വെയർ എ ബി സ്റ്റാർ ഓഡേഡ് വെയർ സി ഡി ഈക്വൽ ടു ഓഡേഡ് വെയർ എ പ്ലസ് സി കോമ ബി പ്ലസ് ഡി. അങ്ങനെ ഒരു ക്വസ്റ്റൻ ഉണ്ട്, അതും പഠിക്കുക. ഈ 2 ക്വസ്റ്റൻ അതിൻ്റെ അകത്തുനിന്ന് പഠിക്കുക. നെക്സ്റ്റ് ടേബിൾ ഫോം ചെയ്യുന്ന ഒരു ക്വസ്റ്റനോട് ഒന്ന് പഠിച്ചേക്കണം. അങ്ങനെ 3 ക്വസ്റ്റൻ സ്റ്റാറിൻ്റെ അകത്തുനിന്ന്. രണ്ടാമത് പഠിക്കേണ്ടത് കോമ്പോസിഷൻ, എഫ് കോമ്പോസിഷൻ ജി, ജി കോമ്പോസിഷൻ എഫ്, അതിൻ്റെ ഒരു 2 ക്വസ്റ്റൻ. പിന്നെ പഠിക്കേണ്ടത് 1 1ഉം ഓണ്ടും ആവുന്നതിനെക്കുറിച്ചുള്ള ബൈജക്റ്റീവ് ഫംഗ്ഷൻ, അത്രയും. അത് വിളിച്ചുകൊണ്ട് ഇൻവെർട്ടബിൾ ഉണ്ട്, ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്ന 3 ടോപ്പിക് പഠിക്കുക. പറ്റുന്നെങ്കിൽ ആദ്യത്തെ റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് 4മതായിട്ട് പഠിക്കാൻ പറ്റുന്നവർ അത് കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെ ഈ ഓർഡറിൽ ഈ പ്രോബ്ലംസ് പഠിച്ചാൽ നിങ്ങൾക്ക് ഇതൊക്കെ സിമ്പിളായിട്ട് എക്സാമിന് വരുന്ന നിങ്ങൾക്ക് കിട്ടിക്കോളും. നെക്സ്റ്റ് നമ്മുടെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ഇൻ്റഗ്രേഷൻ. കടൽ പോലെ കുറേ പ്രോബ്ലംസ് നമുക്കൊരു ക്വസ്റ്റൻ കണ്ടാൽ തിരിച്ചറിയത്തില്ല, ശരിയാണ്, പാടാണ്. അപ്പോൾ നിങ്ങൾ അതിനുവേണ്ടി മാർക്സ് കിട്ടാനുള്ള ടോപ്പിക് വൈസ് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇൻ്റഗ്രേഷൻ്റെ അകത്തുനിന്ന് നിങ്ങൾ ആദ്യം 1 ബൈ ക്വാഡ്രാറ്റിക്, ലീനിയർ ബൈ ക്വാഡ്രാറ്റിക്, ഈ 2 ടൈപ്പ് അങ്ങ് പഠിക്കണം. 1 ബൈ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി, അല്ലെങ്കിൽ പി എക്സ് പ്ലസ് ക്യൂ ബൈ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്ന് പറയുന്ന ടൈപ്പ് ഉണ്ട്. അതിൻ്റെ എക്സാമ്പിൾ ക്വസ്റ്റൻ ഇതാണ്. ഇൻ്റഗ്രൽ 1 ബൈ എക്സ് സ്ക്വയർ പ്ലസ് 7x പ്ലസ് 5 ഡി എക്സ്, അല്ലെങ്കിൽ ഇൻ്റഗ്രൽ 2x പ്ലസ് 1 ബൈ, അല്ലെങ്കിൽ ഇൻ്റഗ്രൽ എക്സ് പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 7. ഇങ്ങനെയുള്ള ആ 2 ടൈപ്പ്. മൂന്നാമത് നിങ്ങൾ പഠിക്കേണ്ടത് പാർഷ്യൽ ഫ്രാക്ഷനിൽ കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ളത്. ഇൻ്റഗ്രൽ എക്സ് പ്ലസ് 1 ബൈ എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2, അല്ലെങ്കിൽ എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 3. ഡിനോമിനേറ്റേഴ്സ് ബ്രാക്കറ്റ്സുകളാണെങ്കിൽ അത് പാർഷ്യൽ ഫ്രാക്ഷൻ്റേതാണ്. അതിന് ഈക്വൽ ടു എ ബൈ ഫസ്റ്റ് ഫ്രാക്ഷൻ ബി ബൈ സെക്കൻഡ്, അതിന് എ ബൈ ഫസ്റ്റ് ഡിനോമിനേറ്റർ ബി ബൈ സെക്കൻഡ് ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞിട്ട് എഴുതി പോകുന്നത് എ ബൈ ബി ബൈ സി ബൈ എഴുതുന്ന ടൈപ്പ്, അതാണ് പാർഷ്യൽ ഫ്രാക്ഷൻ. മൂന്നാമത് പ്രോഡക്റ്റ് റൂൾ, ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്. അതിൻ്റെ 3 ക്വസ്റ്റ്യൻ ഇത്രയും പഠിക്കുക. എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് പറ്റുന്നവർ പഠിക്കുക. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഇങ്ങനെ 4 ടൈപ്പ് പഠിക്കുക. അതിൻ്റെ ഇതിലെല്ലാം ഈ 2 വീതം. നെക്സ്റ്റ് നമുക്ക് ഡെഫിനിറ്റ് ഇൻ്റഗ്രലാണ്. ഡെഫിനിറ്റ് ഇൻ്റഗ്രലിനുള്ളിൽ നിങ്ങൾ ഈ പറഞ്ഞ ഇൻ്റഗ്രേഷനൊക്കെ ലിമിറ്റോടുകൂടി ഇൻ്റഗ്രൽ 0 to π അങ്ങനെയൊക്കെ ഉള്ളത്. അതിനകത്ത് പ്രോപ്പർട്ടീസാണ് നിങ്ങൾ ഏറ്റവും നല്ലതുപോലെ പഠിക്കേണ്ടത്. പ്രോപ്പർട്ടീസ് ഓഫ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ്. ലെറ്റ് ഐ ഈക്വൽ ടു, ഓൾസോ ഐ ഈക്വൽ ടു, ആഡിങ് 2i ഈസ് ഈക്വൽ ടു, നെക്സ്റ്റ് ഐ ഈസ് ഈക്വൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന അത്. ഞാൻ ഈ പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ കണ്ട് ആൻസർ നിങ്ങളിപ്പോൾ നോട്ട്ബുക്ക് നോക്കി പഠിക്കുമ്പോൾ ഈ പറയുന്നത് ടിക്ക് ചെയ്തിട്ടോണം. അതിൻ്റെ അകത്തുനിന്ന് 2-3 ക്വസ്റ്റ്യൻ പഠിച്ചോണം. ഏത് ക്വസ്റ്റ്യൻ ആണെന്ന് പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഞാനതും പറഞ്ഞു തരാം. നിങ്ങളത് നിങ്ങൾ തിരിച്ച് സെൻഡ് ചെയ്താൽ മതി വേണമെന്നുള്ളത്. അങ്ങനെ ഞാൻ ക്വസ്റ്റ്യൻസുകളും പഠിക്കണത് പറഞ്ഞുതരാം. ഓക്കെ, അങ്ങനെ ഇൻ്റഗ്രേഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. നെക്സ്റ്റ് ആപ്ലിക്കേഷൻസ് ഓഫ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ്. ഏരിയ ഒറ്റ ടോപ്പിക്കേ ഉള്ളൂ. ഏരിയയ്ക്കകത്ത് നിങ്ങൾ പഠിക്കേണ്ടത് പരാബോളയുടെ ക്വസ്റ്റ്യൻസുകൾ 2-3 ഉണ്ട്. ഫസ്റ്റ് എക്സസൈസിൽ അതങ്ങ് പഠിക്കുക. രണ്ടാമത് സർക്കിളിൻ്റെ മാത്രം, എലിപ്സിൻ്റെ മാത്രം ഏരിയാസ്. ഇത് 2ഉം പഠിക്കുമ്പോൾ നമുക്ക് ഏകദേശം അതും ക്ലിയർ ആവും. എന്തൊക്കെയാണ് പരാബോള, സർക്കിൾ ആൻഡ് എലിപ്സ്. ഇത്രയും മെയിനായിട്ട് ഒന്ന് പഠിക്കുക. പിന്നെ നമുക്ക് ഒരെണ്ണം പഠിക്കേണ്ടത് ട്രയാങ്കിളിൻ്റെ ഏരിയ. വെർട്ടീസസുകളെ തന്നിട്ട്, വെർട്ടീസസിൻ്റെ കോർഡിനേറ്റ്സുകളെ തന്നിട്ട് ട്രയാങ്കിൾ ഏരിയ, സൈഡ്സുകളുടെ ഇക്വേഷൻ തന്നിട്ട് ട്രയാങ്കിൾ ഏരിയ. അങ്ങനെ 5 ക്വസ്റ്റ്യൻ, ഒരു 6 ക്വസ്റ്റ്യൻ ആ ചാപ്റ്ററിൽ നിന്ന് പഠിച്ചാൽ മതി. ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ഷുവർ കിട്ടും. നെക്സ്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. നിങ്ങൾ അതിനകത്ത് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എളുപ്പം കിട്ടും. ഫൈൻഡ് ദ ഓർഡർ ആൻഡ് ഡിഗ്രി. ഓർഡറും ഡിഗ്രിയും കണ്ടുപിടിക്കുക. അത് പിന്നെ ആരെങ്കിലുമൊക്കെ ഒന്ന് എഴുതി കഴിഞ്ഞാൽ എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന സിമ്പിൾ ഒരു ക്വസ്റ്റ്യനാണ്. സിമ്പിൾ ഓർഡറും ഡിഗ്രിയും 1 മാർക്കേ ഉള്ളൂ. അടുത്ത് പഠിക്കേണ്ട അതിനകത്ത് സോൾവ് ചെയ്യാനുള്ള 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 3 ടൈപ്പ് ഉണ്ട്. അതിനകത്ത് ഒന്നാമത്തേത് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് ലീനിയർ ആയിരിക്കണം. അതിൻ്റെ ലാസ്റ്റ് ടൈപ്പ് ആയിരിക്കണം, ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. രണ്ടാമത് ഹോമോജീനിയസ്. മൂന്നാമതേ അതിൻ്റെ ഫസ്റ്റ് പഠിക്കാവുള്ളൂ വേരിയബിൾ സെപ്പറബിൾ ഫോം. ഇങ്ങനെ 3 പഠിക്കണം. അപ്പോൾ എന്തൊക്കെയായിരുന്നു? ലീനിയർ ആദ്യം പഠിക്കണം സോൾവിലെ, രണ്ടാമത് ഹോമോജീനിയസ്, മൂന്നാമത്തത് വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ്. ഇത്രയും 2 ക്വസ്റ്റ്യൻ. എൻ്റെ ഏറ്റവും നിങ്ങൾ ലീനിയർ ഇക്വേഷൻസ് തന്നെ പഠിക്കണം കേട്ടോ. ലീനിയർ എന്ന ഇൻ്റഗ്രേറ്റീവ് ഫാക്ടർ ഉണ്ടല്ലോ, ഇൻ്റഗ്രേറ്റീവ് ഫാക്ടർ IF ഫിസിക്കൽ ഇ റേസ് ടു ഇൻ്റഗ്രൽ PdX എന്ന് പറയുന്ന ഫോർമുല വരുന്ന ഒരു ക്വസ്റ്റ്യൻ, അതാണ് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാപ്റ്റേഴ്സിൻ്റെ ഏകദേശം എക്സ്പ്ലനേഷൻസായി ഇത്രയും വൃത്തിയായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെൻഡ് ചെയ്താൽ മതി.
ഞാനത് ക്ലിയറായിട്ട് ക്വസ്റ്റ്യൻസുകളും തന്നിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലപോലെ ഇമ്പ്രൂവ്മെൻ്റ് എക്സാം എഴുതട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കാം. നിങ്ങളും അങ്ങോട്ട് വർക്ക് ചെയ്തിട്ട് പ്രാർത്ഥിച്ചോ, അതിൻ്റെ ഫലം കിട്ടിയിരിക്കും ഷുവർ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഉടൻ തന്നെ ഇതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ അതും അങ്ങ് ചെയ്തിട്ടേക്കണേ ഉടൻ തന്നെ കേട്ടോ. എന്നിട്ട് ദൂരെയുള്ളവർക്കെല്ലാം ഇത് ഷെയർ ചെയ്ത് അവരെയൊക്കെ ഒന്ന് അറിയട്ടെ, നമുക്ക് പറ്റുന്ന പോലെ കാര്യങ്ങൾ അവർക്കും കിട്ടട്ടെ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.